കേരള PSC പരീക്ഷകളിൽ കേരള ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ദേശീയ മുന്നേറ്റങ്ങൾ PSC പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെയുള്ള തുടർച്ചയായ 3 ക്ലാസ്സുകളിൽ, ഈ ക്ലാസ് അടക്കമുള്ള 3 ക്ലാസ്സുകളിൽ നമുക്ക് ആ ദേശീയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് നടന്ന PSC പരീക്ഷകളിലെ ചോദ്യങ്ങളും പ്രധാന വസ്തുക്കളും പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് PSC പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1921 മലബാർ കലാപം അത് പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതിന്റെ നേതാക്കന്മാരാരാണ്, അതുമായി ബന്ധപ്പെട്ട് നടന്ന പൂക്കോട്ടൂർ യുദ്ധം, അതിലെ ഒരു വലിയ സ്മാരകമായ വാഗൺ ട്രാജഡി സ്മാരകം, ആ വാഗൺ ട്രാജഡി സംഭവം, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് കേരള PSCക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. മറ്റൊന്നാണ് കേരളത്തിലെ നിയമലംഘന പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുടങ്ങിവെച്ച നിയമലംഘന പ്രസ്ഥാനം, ആ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ചോദ്യങ്ങളും നമുക്ക് കടന്നു പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾക്കറിയാം, മലബാർ കോൺഗ്രസ് സമ്മേളനം. ആ മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭം, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഒരുക്കിയിട്ടുള്ളത്. എൻ്റെ പേര് രഘുനന്ദനൻ MP. വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കും. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PSC ഹബ്ബും ടെലിഗ്രാം ചാനലും തന്നിട്ടുണ്ട്. ആ PSC ഹബ്ബിലും ടെലിഗ്രാം ചാനലിലും 5-6 ദിവസത്തിനകം ഒരു പുതിയ പങ്ക്തി കൂടി ആരംഭിക്കുന്നു. ഒരു 15 ഡേയ്സ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടി ആരംഭിക്കുന്നുണ്ട്. ആ 15 ഡേയ്സ് ചലഞ്ചിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലും PSC ഹബ്ബും ഉണ്ടാക്കി വയ്ക്കുക. ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി 15 ദിവസത്തിനകം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം വരുന്ന ചലഞ്ച്. തുടർന്ന് ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ നിങ്ങൾക്ക് പിന്നീട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ മലബാർ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. മലബാർ കോൺഗ്രസ് സമ്മേളനം ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത രാഷ്ട്രീയ സമ്മേളനമാണ് മലബാർ ജില്ലാ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഏതെല്ലാമാണ്? അവിടെ 1920 മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ സമ്മേളനമാണ്. 16, 17, 18, 19, 20 ഇങ്ങനെ 5 മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിൽ അവസാനത്തെ സമ്മേളനമാണ് മഞ്ചേരിയിൽ നടന്ന 20ാം ജില്ലാ മലബാർ കോൺഗ്രസ് സമ്മേളനം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഒരു കേരള കോൺഗ്രസ്, കേരളത്തിലെ KPCC പോലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം തുടക്കത്തിൽ കേരളം 3 പ്രത്യേക വിഭാഗങ്ങളാണ്. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, കൊച്ചിയും തിരുവിതാംകൂറും ആരുടെ നിയന്ത്രണത്തിൽ? കൊച്ചിയും തിരുവിതാംകൂറും രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലാണ്. അവർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനം ആദ്യം ശക്തമാകുകയും അതിനെതിരെ സമരം വരികയും ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മലബാറിലായിരുന്നു. 1920 മഞ്ചേരിയിലാണ് മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. അത് 5ാം മലബാർ ജില്ലാ സമ്മേളനം എന്നറിയപ്പെടുന്നു. 5ാം മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ആനി ബസന്റും അനുയായികളുമാണ്. ഇപ്പോ കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത സമ്മേളനമാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. 5ാം മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ആനി ബസന്റും അനുയായികളുമാണ്. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന 5ാം ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ്. നിങ്ങൾക്കറിയാം, സൂറത്ത് പിളർപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സൂറത്ത് പിളർപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോൺഗ്രസ് പിളർന്നാണ്. അതുപോലെ ഇവിടെ ഒരു ചെറിയ പിളർപ്പ് ഉണ്ടായിട്ടുണ്ട്, ആനി ബസന്റും അനുയായികളും. അതുകൊണ്ടാണ് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്. സമ്മേളനം മഞ്ചേരിയിൽ നടന്ന 5ാം കോൺഗ്രസ് സമ്മേളനമാണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാന സമ്മേളനം നടന്നത് മഞ്ചേരിയിൽ 1920. 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയവർ, അതിൽ KP കേശവമേനോനുണ്ട്, KP രാമൻ മേനോനുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കേശവൻ, രാമൻ, നാരായണ മേനോനെ ഓർക്കുക. 3 ആളുകളെ കേശവനുണ്ട്, രാമനുണ്ട്, നാരായണ മേനോനുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെയും മൊയ്തു മൗലവിയെയും ഓർക്കുക. മറ്റൊന്ന് K മാധവൻ നായർ. ഇവരാണ്
ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1916 മലബാർ ജില്ലാ കോൺഗ്രസിന് തുടക്കമാകുന്നത്. പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. എളുപ്പമാണ്. പാലക്കാട് നമ്മൾ കണ്ട് യാത്രയായാലും 16, 17, 18, 19, 20. അധ്യക്ഷൻ ആനി ബസന്റ് ആണ്. ആ ആനി ബസന്റും സംഘവുമാണ് 1920 മഞ്ചേരിയിൽ നടന്ന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ആനി ബസന്റിൽ എയിൽ നിന്നാണ് തുടങ്ങാം. ആ ആനി ബസന്റ് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്ന് ഓർക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1916 പാലക്കാട് നിന്ന് പിന്നീട് നമ്മൾ കോഴിക്കോട് എത്തുകയാണ്. അല്ലെ, പാലക്കാടിനടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. വടക്കേ മലബാറിൽ തന്നെയാണ്. പാലക്കാട് നിന്ന് കോഴിക്കോട് എത്തി. അപ്പൊ ആ കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യറാണ്. പാനി ബസന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് CP രാമസ്വാമി അയ്യർ അധ്യക്ഷനായി, കോഴിക്കോട് അധ്യക്ഷൻ. അത് കഴിഞ്ഞ് 1918 ആകുമ്പോഴേക്കും കോഴിക്കോടിനപ്പുറത്തുള്ള തലശ്ശേരിയിലെത്തി. പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി 18. അത് ആസാദ് അലിഖാൻ ബഹദൂർ ആണ്. അപ്പൊ നിങ്ങൾ വീണ്ടും ഓർക്കുക, വീണ്ടും ഒരു എ തന്നെ വന്നു. അപ്പോ എ, പിന്നെ CP രാമസ്വാമി അയ്യർ, പിന്നീട് ആസാദ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കൂടിയാണല്ലോ, അതും കൂടി ഓർത്തു വയ്ക്കുക. വീണ്ടും എ കഴിഞ്ഞാൽ രാമൻ തന്നെയാണ് വരുന്നത്. 19 വടകരയാണ്, അതും വടക്കേ ഭാഗത്ത് തന്നെയാണ്. അവിടെ KP രാമനാണ്. ആ രാമനും നമ്മുടെ രാമസ്വാമിയും നോക്കൂ ഇടവിട്ട് വരികയാണ്. കണ്ടു, KP രാമൻ. അതുപോലെ 1920 മഞ്ചേരിയാണ്. അവസാനത്തെ രംഗമാണ്. കസ്തൂരി രംഗ അയ്യരാണ് അതിന്റെ അധ്യക്ഷൻ. എളുപ്പമല്ലേ? അപ്പൊ പാലക്കാട്, അത് കഴിഞ്ഞ് നിങ്ങൾ കോഴിക്കോട് പോവുക, അത് കഴിഞ്ഞ് തലശ്ശേരി പോവുക, അത് കഴിഞ്ഞ് വടകരയിലെത്തുക, പിന്നീട് നിങ്ങൾ മലപ്പുറത്തേക്ക് ഒരൊറ്റപ്പെടുത്തം, അവിടെ മഞ്ചേരിയിലെത്തുക. അത് 16, 17, 18, 19, 20 ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചാൽ മതി. ആരൊക്കെയാണ്? ആദ്യം എ തന്നെ ആനി ബസന്റ്, പിന്നെ CP രാമസ്വാമി, പിന്നെ ആരാണ്? ആസാദ് അലിഖാൻ കണ്ടോ, പിന്നെ KP രാമൻ. അത് കഴിഞ്ഞ അപ്പൊ രാമൻ 2 പ്രാവശ്യം വന്നു, കസ്തൂരി രംഗ അയ്യർ. ഓക്കെ, ഇനി മാപ്പിള കലാപങ്ങളിലേക്ക് പോകുമ്പോ, മാപ്പിള കലാപങ്ങൾ 1836 മുതൽ മലബാറിൽ ചെറുതും വലുതുമായ നിരവധി മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മലപ്പുറം ജില്ല അതുപോലെയുള്ള സമീപ പ്രദേശങ്ങളിലല്ലാത്തവർക്ക് മാപ്പിള കലാപങ്ങൾ എന്ന് ഓർക്കുമ്പോൾ മലബാർ കലാപമായിരിക്കും ഓർത്തു വരിക. പക്ഷേ മലബാർ കലാപം അതിലെ ഒരു സംഭവം മാത്രമാണ്. പക്ഷെ മലബാർ കലാപം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഒന്നുകൂടിയാണ്. ഈ മാപ്പിള കലാപങ്ങൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടെന്നും അത് സ്വാതന്ത്ര്യ സമരമാണെന്നും അല്ലെന്നും ഒക്കെ തന്നെ ഒട്ടനവധി അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഗോത്രവർഗക്കാരെ പോലെ നികുതിക്കെതിരെയുള്ള ഒരു സമരം എന്നുള്ള രീതിയിലും അതിനെ പരിഗണിച്ചു വരുന്നുണ്ട്. അതിനാണ് പ്രധാനമായും പ്രബലമായ ബലം കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. 1836 മുതൽ മലബാറിൽ ചെറുതും വലുതുമായ നിരവധി മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണമാണ് ഒരു കാരണം. ഈ മാപ്പിള കലാപങ്ങൾക്ക് ഒരു കാരണമായിട്ട് പറയുന്നത് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണമാണ്. കാരണം മാപ്പിളമാർ കർഷക തൊഴിലാളി, സാധാരണ കർഷക തൊഴിലാളികളായിരുന്നു, അല്ലെങ്കിൽ കുടിയാന്മാരായിരുന്നു. അവർക്ക് ജന്മിമാരിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും നികുതിയുടെ ആധിക്യം കാരണമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി അന്നുണ്ടായിരുന്നതാണ് നികുതി കൃത്യമായിട്ട് അടയ്ക്കാത്തവരെ അല്ലെങ്കിൽ അത് കൊടുക്കാത്തവരെ കുടിയൊഴിപ്പിക്കും. അവരുടെ വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കും. ആ കുടിയൊഴിപ്പിക്കൽ, അപ്പൊ അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം, കുടിയൊഴിപ്പിക്കൽ, ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, ഇതൊക്കെ നികുതിയുമായി ബന്ധപ്പെട്ട ഒറ്റ ഫ്രെയിമിലുള്ളതാണ്. നികുതിയുമായി ബന്ധപ്പെട്ട തന്നെയാണ് പാട്ടം. അപ്പൊ അന്യായമായ നികുതി പിരിവ്, പാട്ടം, അത് കൊടുക്കാത്തവരെ വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കും. ആരാണ് കുടിയൊഴിപ്പിക്കുക? ജന്മിമാരും ബ്രിട്ടീഷുകാരുമാണ്. അപ്പൊ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. മാപ്പിളമാർ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ ജന്മിമാർ നിയമരഹിതമായി ബലം പ്രയോഗിപ്പിച്ച് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി കുടിയാന്മാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയം. ഏതാണത്? മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയം എന്ന് പറയുന്നത് മാപ്പിളമാരെ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ ജന്മിമാർ നിയമരഹിതമായി ബലം പ്രയോഗിപ്പിച്ച് ഒഴിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടി അത് സംരക്ഷണം നൽകാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ്. കലാപങ്ങളുടെ പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് ജന്മിമാരെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു.
അന്ന് ജന്മിമാർ ഹിന്ദുക്കളായതുകൊണ്ട് ഈ മാപ്പിള കലാപം പലപ്പോഴും ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു കലാപമായിട്ട് വഴിമാറി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജന്മിമാരെ കൊല്ലുന്നു, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളുടെ യഥാർത്ഥ കാരണം. അപ്പൊ കലാപങ്ങൾക്കുള്ള കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ്, ഓർത്തിരിക്കുക. ആ നികുതി നയത്തിന്റെ ഭാഗമായിട്ട് ജന്മിമാരിൽ നിന്ന് അവർക്ക് ചൂഷണം വന്നിട്ടുണ്ട്. അപ്പൊ കുടിയാന്മാർ ആർക്കെതിരെ സമരം ചെയ്യുന്നു? അവിടുത്തെ ജന്മിമാർക്കെതിരെ സമരം ചെയ്യും. അതിൽ സമരം ചെയ്ത കുടിയാന്മാർ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായതുകൊണ്ടും ജന്മിമാർ ഹിന്ദുക്കളായതുകൊണ്ടും അതിന് ഒരു വർഗീയ നിറം കൈവരുന്നു. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മളുമൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത്. എപ്പോഴും അതിൽ വർഗീയത കലരുന്നതോടുകൂടി അത് ജന്മിമാർക്കെതിരെയുള്ള സമരം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള സമരമായി മാറുകയും ഒട്ടനവധി സാധാരണ ഹിന്ദുക്കൾ ഇതിന്റെ ഭാഗമായിട്ട് അക്രമത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെ തീർത്തും ഒരു ഹിന്ദു വിരുദ്ധ കലാപമായിട്ട് കാണാനും പറ്റില്ല. കാരണം അന്ന് അവരെ കുടിയൊഴിപ്പിച്ചവരിൽ പ്രമുഖന്മാർ ആരായിരുന്നു? ജന്മിമാർ ആയിരുന്നു. അവരധികവും ഹിന്ദുക്കളായിരുന്നു. അപ്പോ കലാപങ്ങളുടെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തിയത് വില്യം ലോഗനാണ്. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറും വില്യം ലോഗൻ തന്നെ. വില്യം ലോഗനാണ് ഈ ബ്രിട്ടീഷുകാരുടെ നികുതി നയമാണ് തെറ്റായത് എന്നത് അത് ജന്മിത്വവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തിയതും വില്യം ലോഗനാണ്. അപ്പോ മലബാർ ലഹളകളെ, മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച ഒരാൾ ആരാണ്? വില്യം ലോഗനാണ്. ഇനി ഇത് അടിച്ചമർത്തപ്പെടുന്നുണ്ട്. കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ സ്പെഷ്യൽ പോലീസ് 1854 കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേനയാണ്. 1854 തുടർച്ചയായി കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അതിനു വേണ്ടിയിട്ട് 1854 മലബാർ സ്പെഷ്യൽ പോലീസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപവുമായി ബന്ധിപ്പിക്കപ്പെട്ട മലബാർ കളക്ടർ HV കൊനോലി ആണ്. അത് 1855 അപ്പോൾ മലബാർ സ്പെഷ്യൽ പോലീസ് ആക്ട്, മലബാർ സ്പെഷ്യൽ പോലീസ് 1854 നിലവിൽ വരുന്നു. അത് മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്. തുടർച്ചയായി കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗനാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കൊനോലി ആണ്. HV കൊനോലി. മലബാർ കലാപം 1921 ഇതിലെ ഒരു മാപ്പിള കലാപം തന്നെയാണ്. പക്ഷേ അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ എന്താ ഉണ്ടാവുന്നത്? മാപ്പിള ലഹളയുമായിട്ട് അവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നുണ്ട്. നമുക്ക് പിന്നീട് പഠിക്കാം ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച്. ആ ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജി അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിക്കൊണ്ടാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മലബാർ കലാപത്തെയും ചിലപ്പോൾ ഗണിക്കുന്നത്. കാരണം ഖിലാഫത്ത് മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മലബാർ കലാപം ഉണ്ടാവുന്നത്. അപ്പൊ മാപ്പിള ലഹളയെ തുടർന്ന് സുപ്രധാനമായ മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ നടന്നു. അത് 1921 1921 മലബാർ കലാപ സമയത്തെ മലബാർ കളക്ടർ EF തോമസ് ആയി. എന്നാൽ മലബാർ ലഹളയുടെ കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. 1921 മലബാർ ലഹളയുടെ കേന്ദ്രം, മലബാർ കലാപത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതി കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരായിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കുമരൻ പുത്തൂർ സീതി കോയ തങ്ങളും ആലി മുസ്ലിയാരുമായിരുന്നു മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആലി മുസ്ലിയാർ ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിന്റെ കലാപ കേന്ദ്രം തിരൂരങ്ങാടിയാണ്. പൂക്കോട്ടൂർ യുദ്ധം ഇതുമായി ബന്ധപ്പെട്ടതാണ്. 1921 മലബാർ കലാപത്തിന്റെ പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപകാലത്ത് പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദ് ആയിരുന്നു. പൂക്കോട്ടൂരിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. മലബാർ കലാപത്തെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ പൂക്കോട്ടൂരിൽ ആയിരുന്നു. 1921 ഏകദേശം 3000 കലാപകാരികൾ ഇതിൽ പങ്കെടുത്തു. 3000 കലാപകാരികൾ ഇതിൽ പങ്കെടുത്തു പറഞ്ഞാൽ മോശമല്ല. അന്നത്തെ ജനസംഖ്യയെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വെറുതെ ഒരു കലാപത്തിൽ ഇന്നത്തെ പോലെ ജനാധിപത്യ ഭരണമൊന്നുമല്ല.
വെടിയുണ്ടയാണ് അവരെ നേരിടാനുള്ളത്. എന്നിട്ട് പോലും 3000 കലാപകാരികൾ പങ്കെടുക്കുന്നു. ഖിലാഫത്ത് നേതാവായ ആലി മുസലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന തെറ്റായ വാർത്തയും പരക്കുന്നു. കലാപം വളരെ ശക്തമായതിനാൽ കലാപത്തെ അടിച്ചമർത്താൻ ആവശ്യമായ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ മജിസ്ട്രേറ്റ് തോമസ് ആയിരുന്നു. യുദ്ധക്കപ്പലിന്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന ഉദ്ദേശത്തോടെ കോഴിക്കോട് തുറമുഖത്തെത്താൻ വേണ്ട സജ്ജീകരണം ചെയ്ത യുദ്ധക്കപ്പൽ കോമസ് ആയിരുന്നു. അപ്പോ യുദ്ധക്കപ്പലൊക്കെ കോഴിക്കോടേക്ക് അടുക്കുമ്പോൾ ഈ കലാപകാരികൾ ഭയക്കും എന്നുള്ളതിന് മുകളിൽ അവിടെ എത്തിയ യുദ്ധക്കപ്പലായിരുന്നു കോമസ്. അപ്പൊ കോമസ് ഓർത്തിരിക്കുക. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായ തിരൂരങ്ങാടി ഓർക്കുക. അതുപോലെ തന്നെ മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ, ആ നേതാക്കളെ നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. അത് ചോദിക്കാറുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സിരിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരാണ്. മലബാർ കലാപ സമയത്ത് നിങ്ങൾക്കറിയാം എത്തിയ യുദ്ധക്കപ്പൽ കോമസ് ആണ്. അതിന്റെ കേന്ദ്രം തിരൂരങ്ങാടിയാണ്. അതുമായി ബന്ധപ്പെട്ട യുദ്ധം പൂക്കോട്ടൂർ യുദ്ധമാണ്. ആ പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദാണ്. ഏകദേശം 3000 കലാപകാരികളാണ് വരുന്നത്. ഇതൊക്കെ തന്നെ നന്നായി ഓർത്തിരിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 നടക്കുന്നത്. 1921 നവംബർ 10 മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. ഗുഡ്സ് വാഗൺ, അതിന് ജനലുണ്ടാവില്ല, വാതിലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിൽ കടന്ന് ശ്വാസം മുട്ടി 72 പേർ മരിച്ചു. ആ സംഭവമാണ് വാഗൺ ട്രാജഡി. അവരെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ വഴിക്ക് വെച്ചിട്ടാണ് അവർ വാഗൺ ട്രാജഡിയിൽ, ആ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂരാണ്. പോത്തന്നൂർ വെച്ച് തുറന്നു നോക്കുമ്പോഴാണ് 72 പേർ മരിച്ചതായി കാണപ്പെടുന്നത്. വാഗൺ ട്രാജഡിയെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ചരിത്രകാരൻ സുമിത് സർക്കാരാണ്. ആ വാഗന്റെ നമ്പർ കൂടി ഒന്ന് ഓർത്തു വെക്കണം. മലബാറിലെ എം ഓർത്തു വെച്ചോളൂ. 2 എം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ പേര് കിട്ടും. മലബാറിലെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറഞ്ഞുകൂടാ, തെറ്റാണത്. സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ നമ്മുടെ ദേശീയതയുടെ പ്രതീകമാണ് ഇപ്പോൾ. പക്ഷെ ഇന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറയുകയാണ്. മലബാർ എന്നും MSMLV എന്ന് ഓർത്തു വെച്ചാൽ മതി. അതിന് നമ്പർ 17, 11 ഏതാണ് ആ നമ്പർ? 2 അഭാജ്യ സംഖ്യകളാണ്. 13 ഒരു നിർഭാഗ്യത്തിന്റെ നമ്പറാണ്. ശരിക്കും അതാണ് വേണ്ടിയിരുന്നത് അല്ലെ? ആ 13 അല്ല, മറ്റ് 2 അഭാജ്യ സംഖ്യകളായ 13ന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2 അഭാജ്യ സംഖ്യകളായ 17, 11 MSMLV എന്ന 17, 11 എന്ന വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിന്റെ നമ്പറാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ ആയിരുന്നു. വാഗൺ ട്രാജഡി അന്വേഷിച്ചത് AR നേപ്പ് കമ്മീഷനാണ്. എന്നാൽ മാപ്പിള കലാപങ്ങൾ അല്ലെങ്കിൽ മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ചത് ആരാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് കാനോലിയാണ്. അതെല്ലാം തന്നെ ഓർത്തിരിക്കുക. വാഗൺ ട്രാജഡിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഗവൺമെന്റ് അനുവദിച്ച നഷ്ടപരിഹാരം 300 രൂപയായിരുന്നു. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിൽ. അപ്പൊ വാഗൺ ട്രാജഡി നിങ്ങൾക്ക് ഓർത്തു വെച്ചല്ലോ. ഒന്ന് വാഗൺ ട്രാജഡി 1921 നവംബർ 10 നടക്കുന്നത്. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് ട്രെയിൻ പോയത്. പോത്തന്നൂരിൽ വെച്ചാണ് 72 പേർ ശ്വാസം മുട്ടി മരിക്കുന്നതായി കാണപ്പെടുന്നത്. അതിന് ആ വാഗന്റെ നമ്പർ MSMLV 17, 11 ഓർത്തിരിക്കണം. അതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷനാണ്. അതേസമയം മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ചത് വില്യം ലോഗനാണ്. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കൃതികൾ ഉണ്ടായിട്ടുണ്ട്. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് K. മാധവൻ നായരാണ്. അദ്ദേഹം ഇതിനെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ളത് പോലെ തന്നെ അതൊരു ഹിന്ദു മുസ്ലിം വർഗീയ കലാപവുമായിട്ടും കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ അത് അങ്ങനെയായി പോയിട്ടുണ്ട്. എന്നാൽ അത് തീർത്തും വർഗീയ കലാപം എന്നുള്ള നിലയ്ക്കല്ല. അത് കുടിയാന്മാർ ജന്മിമാർക്കും അന്നത്തെ വ്യവസ്ഥയ്ക്കുമെതിരെ ചെയ്ത സമരമായും അതിൽ കാണാം. 2 സ്വഭാവവും അതിനുണ്ടായിട്ടുണ്ട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിത ദുരവസ്ഥയാണ്. ദുരവസ്ഥ തീർത്തും മലബാർ കലാപത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി അനുഭവിച്ച വേദനകളെ ചിത്രീകരിക്കുന്ന ഒരു കവിത തന്നെയാണ്. അത് ദുരവസ്ഥയാണ്. ഖിലാഫത്ത് സ്മരണകൾ, ഇത് രണ്ടുമുണ്ട് ഖിലാഫത്ത് സ്മരണകളിൽ. അത് എന്താണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്? ഗാന്ധി അഖിലേന്ത്യാ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന
ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം മലബാർ കലാപത്തെയും കാണുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ഹിന്ദു മുസ്ലിം വർഗീയ കലാപമോ പരിപൂർണമായും അതൊരു എന്തായോ മറ്റൊരു തരത്തിൽ ഒരു നികുതി നിഷേധത്തിനെതിരെയുള്ള കലാപമായിട്ടോ കാണാൻ പറ്റില്ല. ഇതിന് രണ്ട് നിറങ്ങളുമുണ്ട്. അതൊക്കെ സമരങ്ങളിൽ സ്വാഭാവികമായും സംഭവിച്ചു പോരുന്നതാണ്. ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് വേണം അതിനെ സമീപിക്കാൻ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയത് സുന്ദരികളും സുന്ദരന്മാരുമാണ്. സുന്ദരികളും സുന്ദരന്മാരുമുണ്ട്, ഖിലാഫത്ത് സ്മരണകളുണ്ട്, അതുപോലെ തന്നെ ദുരവസ്ഥയുണ്ട്. മലബാർ കലാപം ഓർത്തിരിക്കണം, മലബാർ കലാപം മാധവൻ നായരാണ് എഴുതിയ കവിത. കുമാരനാശാൻ ദുരവസ്ഥയാണ്. ഖിലാഫത്ത് സ്മരണകൾ അത് എ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കവിത സുന്ദരികളും സുന്ദരന്മാരുമാണ്. മലബാർ കലാപവും മലബാർ കോൺഗ്രസ് സമ്മേളനവും നമ്മൾ പഠിച്ചല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നിലേക്ക് കടക്കാം. 1930 നിയമലംഘന പ്രസ്ഥാനം. അപ്പൊ ഇന്ത്യയിലൊട്ടാകെ നിയമലംഘന പ്രസ്ഥാനം നടക്കുകയാണ്. നിങ്ങൾക്കറിയാം 1929 കോൺഗ്രസ് സമ്മേളനം അത് ലാഹോറിൽ വെച്ച് നടക്കുന്നു. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനാകുന്നു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം എന്ന 1929 ലാഹോർ സമ്മേളനത്തിന് ശേഷം 1930 ബ്രിട്ടനെതിരെ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കാൻ തീരുമാനിക്കുന്നു. വിഖ്യാതമായ ദണ്ഡി യാത്ര മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള രോക്ഷം നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ അലയടിച്ചു വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നു. കേരളത്തിൽ നടന്ന നിയമലംഘന പ്രസ്ഥാനം 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹം. കേരളത്തിന്റെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കോഴിക്കോടും അതുപോലെ തന്നെ പയ്യന്നൂരുമാണ്. പയ്യന്നൂരും കോഴിക്കോടുമാണ് പ്രധാന കേന്ദ്രങ്ങൾ. പയ്യന്നൂർ കണ്ണൂരിലാണ്, ബേപ്പൂർ കോഴിക്കോടാണ്. എന്നാൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിനെ അതുകൊണ്ട് തന്നെ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നുണ്ട്. പയ്യന്നൂർ അതുകൊണ്ട് തന്നെ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നുണ്ട്. 1930 ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ പ്രധാനമായും നടന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. ഒന്ന് കോഴിക്കോട് ബേപ്പൂരിലും ഒന്ന് കണ്ണൂരിൽ പയ്യന്നൂരിലുമാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനുണ്ട്, കെ മാധവൻ നായരുണ്ട്, ഇ മൊയ്തു മൗലവിയുണ്ട്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയവരിൽ കെ കേളപ്പനും കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമുണ്ട്. എന്നാൽ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയുമുണ്ട്. മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയും കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. കേരളത്തിൽ കെ കേളപ്പൻ, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. അവിടെ ശബരി ആശ്രമമുണ്ട്, അവിടെ നിന്നാണ് ജാഥ വരുന്നത്. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹം TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹ സമരത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട ഒരു സത്യാഗ്രഹിയുണ്ട്, PC കുഞ്ഞിരാമൻ അടിയോടി. 1930 കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിക്കുന്നുണ്ട് 1930. ഉപ്പു സത്യാഗ്രഹത്തിന്റെ മുദ്രാവാക്യം വരിക വരിക സഹചരേ സഹന സമര സമയമായി എന്ന മാർച്ചിംഗ് പോസ്റ്റ് ഗാനമാണ്. ഇത് അംശി നാരായണ പിള്ളയുടെ വരികളാണ്. ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ രണ്ട് സ്ഥലത്ത്, ഒന്ന് കോഴിക്കോട് ബേപ്പൂര്, രണ്ടാമത്തേത് പയ്യന്നൂര്. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ, കോഴിക്കോട് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ. കെ മാധവൻ നായരുണ്ട്, ഇ മൊയ്തു മൗലവിയുണ്ട്, അങ്ങനെ ഒട്ടനവധി AKG ഉണ്ട്, പി കൃഷ്ണപിള്ളയുണ്ട് ഈ സമരത്തിൽ. 1930 AKG ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അറസ്റ്റിലാകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നിരാഹാരത്തെ തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെട്ട സത്യാഗ്രഹിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. അതുപോലെ തന്നെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് സോങ് ആയിരുന്നു വരിക വരിക സഹചരേ സഹന സമര സമയമായി. അത് അംശി നാരായണ പിള്ളയുടെ വരികളാണ്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. ആ ഉപ്പു സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിൽ എത്തുന്നത് 1930 ഏപ്രിൽ 21. 1930 ഏപ്രിൽ 23 എന്ത് ചെയ്യുന്നത്, ഉപ്പു നിയമം ലംഘിക്കുന്നത്. അപ്പൊ
ഏപ്രിൽ 13, ഏപ്രിൽ 21, ഏപ്രിൽ 23. കേളപ്പന്റെ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട 3 പ്രധാന ദിനങ്ങൾ. പയ്യന്നൂരിലേക്കുള്ള ജാഥ ആരംഭിക്കുന്നത് ഏപ്രിൽ 13, പയ്യന്നൂരിൽ എത്തുന്നത് ഏപ്രിൽ 21, ഉപ്പു നിയമം ലംഘിക്കുന്നത് ഏപ്രിൽ 23, ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തുന്നത് മെയ് മാസത്തിലാണ്, മെയ് 12-ാം തീയതിയാണ്. കേളപ്പൻ അറസ്റ്റ് ഭരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുയ്യാരത്ത് ശങ്കരനാണ്. ഉപ്പു സത്യാഗ്രഹം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവാണ്. ഇനി നമുക്ക് നിവർത്തന പ്രക്ഷോഭത്തിലേക്ക് പോകാം. നിവർത്തന പ്രക്ഷോഭവും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നമ്മൾ കണക്കാക്കേണ്ട ഒന്നാണ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാനമായും 2 ധാരകളുണ്ട്. ഒന്ന് വൈദേശികാധിപത്യത്തിനെതിരെയുള്ള സമരം, മറ്റൊന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വ്യത്യസ്ത ജാതീയമായ ശ്രേണിക്കെതിരെയുള്ള സമരം. ഓക്കെ, അതായത് അധകൃതർക്കെതിരെയുള്ള അയിത്തം, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ. ഇതിനെതിരെയുള്ള ഈ 2 സമരങ്ങൾ കൂടി ചേർന്നതാണ് ഇന്ത്യൻ ദേശീയ സമര പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയ സമരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് ദേശീയതയോട് പല പ്രകാരേണ വഴിമാറി പോകേണ്ട എല്ലാ ചേരുവകളെയും അത് ദേശീയതയോട് കൂടിച്ചേർത്തു. അതായത് മലബാർ കലാപം നടത്തുമ്പോൾ തന്നെ 1921 ഖിലാഫത്ത് പ്രസ്ഥാനം, 20ലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ അത് ദേശീയതയിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നിവർത്തന പ്രക്ഷോഭം, ആ നിവർത്തന പ്രക്ഷോഭം എന്താണ് വരുന്നത്? നിവർത്തന പ്രക്ഷോഭം 1932 ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അവരും പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അങ്ങനെ ദേശീയ പ്രസ്ഥാനം എല്ലാവരെയും ഒന്നിപ്പിക്കുകയാണ് അന്നത്തെ സ്ഥിതി. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെയും നിവർത്തന പ്രക്ഷോഭത്തിന്റെയും പ്രമുഖ നേതാക്കന്മാർ സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞു എന്നിവരാണ്. ഇവരാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെയും അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെയും നേതാക്കന്മാർ. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് IC ചാക്കോയാണ്. PSCയുടെ രൂപീകരണത്തിന് പോലും കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് 1932. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് വന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. പാലക്കാട് വെച്ചിട്ടാണ് നടക്കുന്നത്. ആരുടെ അധ്യക്ഷതയിൽ? കെയിലോർത്താൽ ആനി ബസന്റ് ഒത്തുവച്ചല്ലോ. പിന്നെ 17 വരുന്നുണ്ട് CP രാമസ്വാമി അയ്യറാണ്. 18 ആസാദ് വരുന്നുണ്ട് അല്ലെ. 19 വീണ്ടും രാമൻ വരുന്നുണ്ട്. 20 ആര് വരുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 20 വന്ന ആളെനെ ഒന്ന് ഓർത്ത് നോക്കൂ. 1920 മലബാർ ജില്ലാ സമ്മേളനം 5ാം സമ്മേളനമാണ്. ആനി ബസന്റ് ഇറങ്ങിപ്പോകുന്ന സമ്മേളനം. കുടിയാന്മാ പ്രശ്നം, ഖിലാഫത്തും ഒക്കെ ചർച്ച ചെയ്ത സമ്മേളനം. ആരാണ് നോക്കൂ? കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷനാണ്. എന്നാൽ വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ചത് നേപ്പർ കമ്മീഷനാണ്. മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ കാനോലിയാണ്, മറക്കണ്ട. മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവം നമുക്കറിയാം, പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്നതാണ്. എന്നാൽ കുളച്ചൽ യുദ്ധം നമുക്കറിയാം, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. കുറിച്യർ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. കുറിച്യർ യുദ്ധം നമ്മൾ പഠിച്ചോ? എനിക്ക് തോന്നുന്നു നമ്മൾ കുറിച്യർ യുദ്ധത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കുറിച്യർ യുദ്ധം എന്ന് പറയുന്നത് ഉണ്ട്, ഇതിനു മുന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറിച്യർ യുദ്ധം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗോത്രവർഗ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. ചാനാർ ലഹള എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ്. അപ്പൊ പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ കലാപത്തിന്റെ ഭാഗം. മലബാർ കലാപത്തിന്റെ ഭാഗമായി നിങ്ങൾ ഓർക്കേണ്ടത് പൂക്കോട്ടൂർ യുദ്ധം ഓർക്കണം.
അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി ഓർക്കണം, അതിലെ നേതാക്കളെ ഓർക്കണം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവം. നോക്കൂ, പൂക്കോട്ടൂർ യുദ്ധം സംഭവം ഏതു സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ജോഡി തെരഞ്ഞെടുക്കുക. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതല്ല ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിങ്ങൾക്കറിയാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ നടക്കുന്ന സത്യപാൽ കിച്ചൂരിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ നടന്ന റൗലത്ത് നിയമവുമായി എതിരെ നടന്ന പ്രക്ഷോഭമാണ്. അത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതല്ല. വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് 1919 ഏപ്രിൽ 13. അതും മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതല്ല. എന്നാൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും CD കോയ തങ്ങളും മലബാർ കലാപത്തിന്റെ നേതാക്കന്മാരാണ്. അപ്പോ 1ഉം 4ഉം ശരിയാണ് അല്ലെ? ഈ 1ഉം 4ഉം ശരി. 1 മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്ന് വിചാരിച്ചോളൂ. 1 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതല്ല, നിങ്ങൾക്കറിയാലോ. 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. 1 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിൽ നിന്ന് ആരെയൊക്കെ ഒഴിവാക്കാം? നോക്കൂ, ഈ 2 പേരെ ഒഴിവാക്കാം. ഇനി നിങ്ങൾക്ക് 2, 3, 4, ഈ 2, 3, 4ൽ നിങ്ങൾക്ക് 2 രണ്ടോടത്തുണ്ട്. 3 അഥവാ 4 ഏതാണ് ബന്ധമില്ലാത്തത് നോക്കിയാൽ മതി. 3 1919 ഏപ്രിൽ 13 അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയുകയോ, അല്ലെങ്കിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി CD കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു എന്നുള്ളത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതോ ആണെന്ന ഒരു വസ്തുത അറിയുകയാണെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു വസ്തുത നിങ്ങൾക്ക് അറിഞ്ഞാൽ, അതായത് ഇതിൽ 2 വിവരങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യം ശരിയാക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതല്ല എന്നറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ 2 എണ്ണം എന്ത് ചെയ്തു? നിങ്ങൾ ഇത് 2ഉം ശരിയാവാം. കാരണം ഇതിൽ ഒന്നില്ല, കാരണം ഒന്ന് ശരിയല്ലല്ലോ. ഇനി നിങ്ങൾക്ക് എന്തറിയാം? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും CD കോയ തങ്ങളും മലബാർ കലാപത്തിന്റെ നേതാക്കന്മാരായിരുന്നു എന്ന് അറിയുമെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് അറിയാം 1 വരാനും പാടില്ല, 4 വരികയും വേണം. അപ്പോ 4 വരുന്ന 2 എണ്ണം എടുത്തു, അതിൽ 1 വരാത്തത് ഇത് മാത്രമാണ്. അതുകൊണ്ട് ഉത്തരത്തിലേക്ക്. ഇതാണ് പ്രസ്താവന ടൈപ്പ് ചോദ്യം. പ്രസ്താവന ടൈപ്പ് ചോദ്യത്തിൽ ചിലപ്പോൾ 1 മാത്രം അറിഞ്ഞാൽ നമുക്ക് ശരിയായ ഉത്തരത്തിൽ എത്താൻ പറ്റും. അതുകൊണ്ട് പ്രസ്താവന ടൈപ്പ് ചോദ്യത്തെ ശത്രുവായി കാണണ്ട, മിത്രമായി കാണുക. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയെ ആര്? പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ നമുക്കറിയാം മുഹമ്മദ് അബ്ദുറഹിമാൻ ഉണ്ട്, മൊയ്യാരത്ത് ശങ്കരൻ. അദ്ദേഹം എന്തിനു ശേഷം? അദ്ദേഹം കേളപ്പജിക്ക് ശേഷം, ആലപ്പജി അറസ്റ്റ് ആയതിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളാണ്. P കൃഷ്ണപിള്ളയുണ്ട്, എന്നാൽ KB മേനോൻ ഇല്ല. എന്തുകൊണ്ട്? KB മേനോൻ 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ബോംബ് വെച്ച കേസിലെ പ്രതിയാണ്. ആര്? KB മേനോൻ എന്ന് പറയുന്നത്. ഓക്കെ. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി K കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂർ ആണ്. പയ്യന്നൂരും കോഴിക്കോടുമാണ് നടന്നിട്ടുള്ളത്. എത്ര തവണ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഉപ്പു സത്യാഗ്രഹത്തെ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930 AKG അറസ്റ്റ് വരിക്കുന്നത്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഉപ്പു സത്യാഗ്രഹം അതുപോലെ തന്നെ മലബാർ കലാപവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ ചോദ്യങ്ങളിൽ നിന്ന്. ഈ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് അതിന്റെ പാറ്റേൺ മനസ്സിലാകും. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1981 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. നിങ്ങൾക്കറിയാം, ഈഴവ മെമ്മോറിയൽ നടക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പാണ്, എന്ന് പറഞ്ഞാൽ 1800-കളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാണ്. 81 എന്നുള്ളത് പ്രസ്താവന തെറ്റാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുക്കുന്നത് പൽപ്പു തന്നെയാണ്. ഓക്കെ. ഇനി 1896 ബാരിസ്റ്റർ JP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. അല്ല, കൊല്ലം അതല്ല. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം കൊല്ലം? ഇതിനോടനുബന്ധിച്ച് തന്നെയാണ്. പക്ഷേ ബാരിസ്റ്റർ JP പിള്ളയുടെ നേതൃത്വത്തിൽ തന്നെയാണ് മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ JP പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ഓർക്കണം, തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള മലയാളി മെമ്മോറിയലിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ബാരിസ്റ്റർ JP പിള്ളയുടെ ലഘുലേഖനം. അതോർക്കണം.
മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. അതുപോലെ തന്നെ പൽപ്പുവിനെ നമ്മൾ ഓർക്കേണ്ടത്, പൽപ്പുവിനെ ഈഴവ മെമ്മോറിയലിന്റെ നേതാവായിട്ട് നിങ്ങൾ ഓർക്കണം. അതുകൂടാതെ വളരെ സവിശേഷമായി ഓർക്കേണ്ട മറ്റൊരു സന്ദർഭം ഏതാണ്? നമ്മുടെ SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ പൽപ്പുവാണ്. അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം നടത്തി. ഇത് കറക്റ്റാണ്, കൊല്ലം കറക്റ്റാണ്. ബാക്കി കൊല്ലങ്ങൾ കറക്റ്റ് അല്ല എന്നേ ഉള്ളൂ. ഇത് മാത്രമാണ് കൊല്ലം കറക്റ്റ്. അതുകൊണ്ട് കൊല്ലങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. നിവർത്തന പ്രക്ഷോഭം PSCയുടെ രൂപീകരണത്തിന് പോലും കാരണമായ നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 1932 അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. താഴെ നൽകിയിരിക്കുന്നവയിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോ 1, 2, 4 അതില് ആണ്. NV ജോസഫ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം C കേശവനുണ്ട്, TM വർഗീസും ഉണ്ട്. NV ജോസഫും C കേശവനും TM വർഗീസും ഉണ്ട്. TK മാധവൻ എന്ന് പറയുന്നത് ഐത്തോച്ചാടന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആളാണ് TK മാധവൻ. ഐത്തോച്ചാടന പ്രസ്ഥാനം, ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം, വൈക്കം സത്യാഗ്രഹം, ഇതൊക്കെ ബന്ധപ്പെട്ടതാ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മാധവനാണ്. 1921 കാക്കിനാട കോൺഗ്രസ് സമ്മേളനം, 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനം. ആ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത് TK മാധവനാണ്. ക്ഷേത്രപ്രവേശന പ്രസ്ഥാനവുമായി തിരുവിതാംകൂറിൽ സമരം നടത്തുന്നത് TK മാധവനാണ്. അങ്ങനെയാണ് നിങ്ങൾ TK മാധവനെ ഓർക്കേണ്ടത്. അദ്ദേഹം നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടല്ല ഓർക്കേണ്ടത്. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഓക്കെ, ഇങ്ങനെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ട് നമ്മൾ ചരിത്രത്തിൽ ഏകദേശം ഒരുപാട് വസ്തുതകൾ നമ്മൾ പഠിച്ചെടുക്കും. മുഴുവൻ ഈ ഭാഗത്തൂടെ പഠിച്ചെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഇതിൽ കൂടാതെയുള്ള വസ്തുക്കൾ അതിൽ കൂടി ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലും ഇപ്പൊ നമുക്ക് വീഡിയോ ക്ലാസ്സുകളായിരിക്കാം. ഒരുപക്ഷെ ഈ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്ന മുറയ്ക്ക് അവിടെ ചിലപ്പോൾ 15 days പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ 5 or 6 ദിവസത്തിനുള്ളിൽ തുടങ്ങും. അപ്പൊ നമ്മൾ നമ്മുടെ 2 തരത്തിലാണ് ഈ ക്ലാസ്സുകൾ പോവുക. ഒന്ന് മുൻകാല ചോദ്യങ്ങളെ, ഇപ്പൊ കേരള ചരിത്രം, അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, അങ്ങനെ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളും ചോദ്യങ്ങളും പഠിച്ചെടുക്കുന്നു. പിന്നെ സപ്ലിമെന്റ് ആയി നമ്മൾ എന്ത് തരും? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ മൊത്തം എടുത്തുകൊണ്ട് ഒരു പരീക്ഷയുടെ അനുബന്ധ വസ്തുക്കൾ മൊത്തം പഠിക്കുന്ന രീതി. രണ്ടും കൂടി ചേരുമ്പോൾ ഇത് മുഴുവൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.